പ്രധാനമന്ത്രിയും ഇതുപോലെ പതറുന്നത് രാജ്യം കണ്ടിട്ടുണ്ടാകില്ല. ലോകത്തിനു മുന്നിൽ 56 ഇഞ്ച് നെഞ്ചളവ് കാട്ടി ഗർജിച്ചിരുന്ന നരേന്ദ്രമോദിയെ ഇടം വലം തിരിയാനാവാത്ത വിധത്തിൽ രാഹുൽ ഗാന്ധി മണിച്ചിത്ര പൂട്ടിട്ട് കൊളുത്തി വലിക്കുന്ന ദൃശ്യങ്ങളാണ് ഭോപ്പാലിലെ കിസാൻ മഹാചൌപാലിൽ കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞത്. ലോക്സഭയിൽ നിന്ന് ഉത്തരമില്ലാതെ മോദി ഓടി ഒളിച്ചതിന്റെ വിശദമായ കാരണങ്ങൾ നിരത്തിയാണ് രാഹുൽ വേദി കയ്യിലെടുത്തത്. ഭയന്നോടിയ പ്രധാനമന്ത്രിയുടെ കണ്ണുകളിലെ നിസ്സഹായ അവസ്ഥയെ നിഷ്കരുണം രാഹുൽ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നുകാട്ടി. പ്രധാനമന്ത്രി മനഃപൂർവ്വം മൗനം പാലിക്കുകയാണെന്നും പാർലമെന്റിൽ മോദി നിരത്തിയ മുടന്തൻ ന്യായങ്ങൾക്ക് പിന്നിൽ മറഞ്ഞുകിടക്കുന്നത് അന്താരാഷ്ട്ര ബ്ലാക്ക് മെയിലിംഗിന്റെ ഞെട്ടിക്കുന്ന കഥകളാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. ഇന്ത്യയുടെ ആത്മാഭിമാനത്തെയും കർഷകന്റെ ചോരയെയും ഡൊണാൾഡ് ട്രംപിന്റെ കാൽ കീഴിൽ നരേന്ദ്രമോദി അടിയറവ് വെച്ചു എന്ന ഗുരുതര ആരോപണമാണ് രാഹുൽ ഉയർത്തിയിരിക്കുന്നത്. മുൻ കരസേനാ മേധാവി ജനറൽ എം നരവാനയുടെ പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ പ്രസംഗം ആരംഭിച്ചത്. ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയപ്പോൾ സൈന്യത്തിന് കൃത്യമായി ഉത്തരവ് നൽകാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. മണിക്കൂറുകളോളം കരസേനാ മേധാവി പ്രധാനമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ആ നിർണായക നിമിഷത്തിൽ പ്രധാനമന്ത്രി തന്റെ മുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്നും രാജ്യം വലിയൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ സൈന്യത്തെ അദ്ദേഹം ഒറ്റുകൊടുത്തുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇന്ത്യയുടെ താൽപര്യങ്ങൾ ബലികഴിച്ച് പ്രധാനമന്ത്രി ഒപ്പുവെച്ച US ഇന്ത്യ വ്യാപാര കരാറാണ് പ്രസംഗത്തിലെ മറ്റൊരു പ്രധാന വിഷയം. 4 മാസമായി തടഞ്ഞുവെച്ചിരുന്ന കരാറിൽ സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങളോട് പോലും ആലോചിക്കാതെയാണ് മോദി ഒപ്പിട്ടത്. ഇന്ത്യൻ കർഷകരെയും രാജ്യത്തിന്റെ അഭിമാനമായ ഡാറ്റയെയും അമേരിക്കയ്ക്ക് വിൽക്കുന്നതിന് തുല്യമാണിത്. സോയ, കോട്ടൺ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്നതിലൂടെ ഇന്ത്യൻ കർഷകരുടെ നട്ടെല്ല് ഒടിക്കാനാണ് മോദി ശ്രമിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ 2 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങണമെന്ന നിബന്ധന ഇന്ത്യയെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിടുമെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. എന്തിനാണ് പ്രധാനമന്ത്രി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നതിനും രാഹുൽ ഗാന്ധി മറുപടി നൽകി. അമേരിക്കയിലെ എപ്സ്റ്റീൻ ഫയലുകളിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളും ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിലുള്ള ക്രിമിനൽ കേസുകളുമാണ് മോദിയെ ഭയപ്പെടുത്തുന്നത്. ഈ വിവരങ്ങൾ പുറത്തുവിടുമെന്ന അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് മോദി രാജ്യത്തെ ഒറ്റുകൊടുത്തത്. അദാനിയെ ലക്ഷ്യം വെച്ചല്ല, മറിച്ച് നേരിട്ട് നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചാണ് അമേരിക്ക ഈ കരുക്കൾ നീക്കുന്നത്. സ്വന്തം രാഷ്ട്രീയ ഭാവിയും പ്രതിച്ഛായയും സംരക്ഷിക്കാനായി പ്രധാനമന്ത്രി ഇന്ത്യൻ കർഷകരുടെ നെഞ്ചിലേക്ക് അമ്പെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ സുപ്രീം കോടതി തന്നെ ട്രംപിന്റെ പല താരിഫ് തീരുമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കും ആ കരാറിൽ നിന്ന് പിന്മാറാൻ സാധിക്കുമായിരുന്നു. എന്നാൽ മോദി അതിന് തയ്യാറാകുന്നില്ല. നരേന്ദ്രമോദിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ കരാർ റദ്ദാക്കി കാണിക്കൂ. ഭയവും സമ്മർദ്ദവും കാരണമാണ് മോദിക്ക് അതിന് കഴിയാത്തത്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ ആ കണ്ണുകളിൽ ഈ ഭയം കാണാൻ സാധിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ ആരെയും ഭയപ്പെടേണ്ടതില്ലെന്നും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും കർഷകർക്കും വേണ്ടി പോരാടാൻ തയ്യാറാകണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. 2 ലക്ഷത്തിന് മുകളിൽ ആളുകൾ കണ്ട രാഹുലിന്റെ തീപ്പൊരി പ്രസംഗത്തിന്റെ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ ചേർക്കുന്നു, കണ്ടുനോക്കാം. उसमें किताब में उन्होंने साफ लिखा, जब चाइना के टैंक हिंदुस्तान की बाउंड्री के अंदर आ रहे थे तो उन्होंने राजनाथ सिंह जी को फोन किया और उनसे पूछा मेरा ऑर्डर क्या है. राजनाथ सिंह जी ने जवाब नहीं दिया. उसके बाद अजीत डोभाल को फोन किया कि चाइना के टैंक हिंदुस्तान के अंदर आ रहे हैं, मुझे क्या करना चाहिए, ऑर्डर बताइए. कोई जवाब नहीं दिया. उसके बाद जयशंकर जी को फोन किया. हिंदुस्तान के आर्मी चीफ ने उनसे कहा कि देखिए चाइना की आर्मी, चाइना के टैंक अंदर आ रहे हैं, मुझे क्या करना है. कोई जवाब नहीं. उसके बाद 2 घंटे बाद फिर से नरवाने जी ने डिफेंस मिनिस्टर को कॉल किया. कहते हैं आप मुझे ऑर्डर दीजिए, 2 घंटे हो गए हैं, आप प्रधानमंत्री से पूछिए मेरा ऑर्डर क्या है. ये सवाल इसलिए पूछ रहे थे क्योंकि चाइनीज आर्मी पर फायर करने का निर्णय प्रधानमंत्री को देना पड़ता है. युद्ध का निर्णय
आर्मी चीफ नहीं ले सकता है, वो मिलिट्री डिसीजन नहीं होता है, वो राजनीतिक पॉलिटिकल डिसीजन होता है और वो प्रधानमंत्री लेता है। चाइना की आर्मी अंदर आ रही है, हिंदुस्तान के आर्मी चीफ घंटों फोन लगा रहे हैं, कोई जवाब नहीं। उसके बाद राजनाथ सिंह जी प्रधानमंत्री को फोन करते हैं, प्रधानमंत्री ने आर्मी चीफ से बात नहीं की, वो छुप गए अपने कमरे में और रक्षा मंत्री से कहते हैं कि आर्मी चीफ को बताओ जो वो उचित समझे वो करें। आर्मी चीफ अपनी किताब में लिखता है कि उस दिन मुझे हिंदुस्तान की सरकार ने, प्रधानमंत्री ने अकेला छोड़ दिया। बात समझिए, आर्मी चीफ को जब ऑर्डर देने का समय आया, चाइनीज टैंक्स को रोकने का ऑर्डर आया, हमारे प्रधानमंत्री गायब हो गए। यह तो शुरुआत थी। पार्लियामेंट में यह बोलने की कोशिश कर रहा था। मैं दो तीन चीज और कहना चाहता था। मेरे भाषण खत्म होते ही, अच्छी तरह सुनिए आप, मेरे भाषण खत्म होते ही प्रधानमंत्री गए लोकसभा से। शाम को बिना राजनाथ सिंह जी, बिना शिवराज चौहान जी, बिना गडकरी जी, मतलब बिना अपने कैबिनेट से पूछे, उसी दिन शाम को नरेंद्र मोदी जी ने ट्रंप को फोन कॉल लगाया। ट्रंप ने ट्वीट किया है कि हिंदुस्तान के प्रधानमंत्री ने मुझे फोन किया। हिंदुस्तान के प्रधानमंत्री ने मुझे फोन किया और कह दिया कि यूएस इंडिया डील को मैं साइन करने को तैयार हूं। मैं आपसे पूछना चाहता हूं, यह 4 महीने डील रुकी हुई थी। चार महीने यह डील रुकी हुई थी। लोकसभा से नरेंद्र मोदी भाग के गए। आप सबने टीवी पे देखा, भागते हुए गए। अगले दिन झूठा बहाना बनाया कि कांग्रेस पार्टी की महिलाएं उन पर आक्रमण करने जा रही थी। सच्चाई है कि प्रधानमंत्री पार्लियामेंट में नहीं खड़े हो पाए और फिर सीधा फोन लगा ट्रंप को। आप शिवराज चौहान जी से पूछिए, कृषि मंत्री हैं, क्या कैबिनेट ने निर्णय लिया? नहीं। राजनाथ सिंह जी से पूछिए, गडकरी जी से पूछिए, कैबिनेट से कुछ नहीं पूछा गया। सीधा प्रधानमंत्री ने फोन किया, कहा मैं डील करने को तैयार हूं। क्यों किया? 4 महीने कुछ नहीं हिला और फिर एकदम नरेंद्र मोदी जी ने फोन किया और हिंदुस्तान के किसानों को बेच दिया, हिंदुस्तान की गारमेंट इंडस्ट्री को बेच दिया, हमारा सारा का सारा डेटा अमेरिका को दे दिया। क्यों? 30 लाख फाइल, उसमें ईमेल है, मैसेजेस हैं, वीडियो है, सब कुछ है। वो रिलीज नहीं हुई है, वो बंद पड़ी है। रिलीज क्या किया है मैं बताता हूं। धमकाने के लिए रिलीज किया है हरदीप पुरी का नाम।
वो मैसेज है कि भैया अगर आपने हमारी बात सुनी नहीं तो फिर उन फाइलों में से माल निकलेगा। भाइयों और बहनों, अनिल अंबानी मेरा मित्र नहीं है। नरेंद्र मोदी जी, आप बताइए देश को, अनिल अंबानी के साथ आपका क्या रिश्ता है? अनिल अंबानी एप्स्टीन फाइल में है, हरदीप पुरी एप्स्टीन फाइल में है, और एप्स्टीन फाइल में और भी नाम हैं जो अभी छुपे हुए हैं। पहला कारण ये। और दूसरा कारण, और भी खतरनाक कारण, मैं भी आ रहा था, गाड़ी में आ रहा था, मैंने देखा अदानी आईसीसी, जहां भी आप देखो अदानी का नाम है। देखा आपने? एयरपोर्ट, सीमेंट, जहां भी देखो। भाई और बहनों, ये जो अदानी है, ये कोई मामूली कंपनी नहीं है। ये बीजेपी का, नरेंद्र मोदी का पूरा फाइनेंशियल स्ट्रक्चर है। ये इनका पूरा फाइनेंशियल स्ट्रक्चर है। और दूसरी धमकी क्या है? दूसरी धमकी है कि अमेरिका में अदानी जी पर क्रिमिनल केस है। शायद आपको मालूम नहीं है, मगर अदानी जी अमेरिका नहीं जा सकते, यूरोप नहीं जा सकते। डरे हुए हैं कि अगर मैं हिंदुस्तान से बाहर गया, अमेरिका गया, मेरे ऊपर क्रिमिनल केस है, मुझे अंदर कर देंगे, पकड़ लेंगे। भाई और बहनों, अमेरिका का केस जो है, उसका लक्ष्य अदानी नहीं है। उस केस का लक्ष्य नरेंद्र मोदी है। वो तीर अदानी की ओर नहीं मारा जा रहा है, वो तीर नरेंद्र मोदी जी की ओर मारा जा रहा है। इन दो कारणों, ये दो कारण थे कि नरेंद्र मोदी जी पार्लियामेंट से भाग के निकले और उसी शाम उन्होंने ट्रंप को फोन किया और कहा, सर, जो भी आप चाहते हो, जो भी आप उचित समझो, वो आप करो, मैं साइन करने को तैयार हूं। देश को बेच दिया। और यह बात सिर्फ मैं नहीं कह रहा हूं, और अदानी का जो क्रिमिनल केस है वो इनके सिर के ऊपर लटका हुआ है। हिंदुस्तान को धोखा दिया है, यह सच्चाई है। और सिर्फ किसानों को नहीं, सबसे पहले 21वीं सदी में सबसे जरूरी चीज क्या है? डेटा। 21वीं सदी डेटा की सेंचुरी है। जिसके पास डेटा है वो जीतेगा, जिसके पास डेटा नहीं है वो खत्म हो जाएगा। सीधी सी बात है।